വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ റിസോർട്ട് വിവാദത്തിൽ ഇ.പി. ജയരാജനെതിരെ പാർട്ടി അന്വേഷണത്തിന് പാർട്ടി സമിതിയെ നിയോഗിച്ചു. ഗൂഢാലോചന നടന്നെന്ന ഇ.പി.യുടെ പരാതിയിൽ പി. ജയരാജനെതിരെയും അന്വേഷണമുണ്ട്. വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും കമലേഷ് ചേരുന്നു. കമലേഷ്, ഇന്ന് ചേർന്ന സംസ്ഥാന സമിതി യോഗത്തിലാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. ഇപ്പോൾ പി. ജയരാജൻ യുദ്ധം പാർട്ടിക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു സമിതിയെ നിയോഗിച്ചുകൊണ്ട് അന്വേഷണത്തിന് ഉത്തരവായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ ഒരു സമിതി അന്വേഷിക്കാനിരിക്കുന്നത്? ഭദ്ര, ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഇ.പി. ജയരാജനെതിരായ ഈ റിസോർട്ട് വിവാദം ഇന്ന് വീണ്ടും സംസ്ഥാന സമിതി യോഗം ചർച്ചയ്ക്കെടുത്തത്. ഇതിൽ പി. ജയരാജൻ, CPM-ന്റെ സംസ്ഥാന സമിതി അംഗമായിട്ടുള്ള പി. ജയരാജനാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ ഇ.പി. ജയരാജനെതിരെ ഇത്തരമൊരു വലിയ ആരോപണം ഉന്നയിച്ചത്. അത് പാർട്ടി വേദിയിൽ തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തത്. ഈ വിഷയത്തിൽ ഇ.പി. ജയരാജന് നേരത്തെ വിശദീകരിക്കാൻ വേണ്ടി പാർട്ടി സമയം നൽകിയിരുന്നു, അല്ലെങ്കിൽ ഒരു അവസരം നൽകിയിരുന്നു. നേരത്തെ നടന്ന സംസ്ഥാന സമിതി യോഗത്തിൽ ഇ.പി. ജയരാജൻ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം വിശദീകരിക്കുകയും ചെയ്തതാണ്. ഇന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ വെക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും ചർച്ച ചെയ്തത്. ഇന്ന് പക്ഷേ അല്പം കൂടി ദേഷ്യത്തോടു കൂടിയാണ് ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ അല്പം കടന്ന നിലയിലാണ് ഇ.പി. ജയരാജൻ, അല്ലെങ്കിൽ ഒരു വാഗ്വാദം നടക്കുന്നു എന്നുള്ള നിലയിൽ തന്നെയായിരുന്നു ഇന്ന് ഇ.പി. ജയരാജനും പി. ജയരാജനും ഈ വിഷയത്തിൽ സംസ്ഥാന സമിതി യോഗത്തിൽ പ്രതികരണം നടത്തിയത്. ഇതിൽ പ്രധാനമായും ഇ.പി. ജയരാജൻ ഉന്നയിക്കുന്ന ഒരു വിഷയം, ഈ വിഷയത്തിൽ തനിക്കെതിരെ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന ഒരു ആരോപണമാണ് ഇ.പി. ജയരാജൻ പറയുന്നത്. അത് പി. ജയരാജനെ ഉദ്ദേശിച്ചു തന്നെയാണ് അദ്ദേഹം ഇത്തരമൊരു ഗൂഢാലോചന എന്ന ഒരു ആരോപണം ഉന്നയിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും ഇ.പി. ജയരാജൻ പറഞ്ഞ ഒരു വിഷയം, ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് നേരത്തെ പി. ജയരാജൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറി, CPM-ന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ പി. ജയരാജന് അറിയാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെയിരിക്കെ ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഒരു ആരോപണം, താൻ എന്തോ വലിയ സാമ്പത്തിക അഴിമതി നടത്തി എന്നുള്ള നിലയിൽ പി. ജയരാജൻ ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നതിൻ്റെ സാങ്കത്യം എന്താണ് എന്നതാണ് പ്രധാനമായും ഇ.പി. ജയരാജൻ ചോദിക്കുന്നത്. ഈ വിഷയത്തിലാണിപ്പോൾ ഒരു അന്വേഷണ സമിതിയെ വെക്കണം എന്നുള്ള നിലയിൽ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ റിസോർട്ടുമായി ബന്ധപ്പെട്ട, റിസോർട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ഇ.പി. ജയരാജൻ ഉന്നയിച്ച തനിക്കെതിരെ ഈ റിസോർട്ട് ആരോപണം ഉയർന്നതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ച് രണ്ട് വിഷയവും അന്വേഷിക്കാനാണ് ഇപ്പോൾ CPM സംസ്ഥാന സമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇ.പി. ജയരാജൻ ഇന്ന് ഈ യോഗത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ വിഷയം നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വത്തിനെല്ലാം തന്നെ അറിയാവുന്ന വിഷയമാണ്, ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിഷയം. എന്നാൽ പെട്ടെന്നൊരു ദിവസം പ്രത്യേക സാഹചര്യത്തിൽ തനിക്കെതിരെ വലിയ ആരോപണം വരുന്നു, താൻ എന്തോ വലിയ സാമ്പത്തിക അഴിമതി നടത്തി എന്നുള്ള നിലയിൽ ഇത് വലിയ തരത്തിൽ വാർത്തയാവുന്നു, തനിക്കെതിരെ വലിയ തരത്തിൽ പ്രചാരണമുണ്ടാവുന്നു. ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊരു ആരോപണം ഉണ്ടായി വന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വന്നിരിക്കുന്നത്. തനിക്കിതിൽ സാമ്പത്തികമായ എന്തെങ്കിലും ക്രമക്കേടോ അഴിമതിയോ താൻ ഇക്കാര്യത്തിൽ നടത്തിയിട്ടില്ല, എല്ലാം നിയമപരമായാണ് ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങൾ. താനല്ല, തൻ്റെ ഭാര്യയടക്കമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ മകനടക്കമുള്ള ആളുകളാണ് ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്. അത് നിയമപരമായിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ നേരത്തെ തന്നെ ഇ.പി. ജയരാജൻ വ്യക്തമാക്കിയതാണ്. ഈ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് സംസ്ഥാന സമിതി യോഗത്തിലും ഇ.പി. വ്യക്തമാക്കിയത്. എന്നാൽ തനിക്കെതിരെ വളരെ കൃത്യമായ ഒരു ഗൂഢാലോചന ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ട്. അത് പി. ജയരാജനെ ഉദ്ദേശിച്ചാണ് ഇ.പി. ജയരാജൻ പറഞ്ഞത്. ഈ വിഷയത്തിൽ കൂടി ഇപ്പോൾ അന്വേഷണം നടത്താനാണ് ഒരു സമിതിയെ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഇതിൽ പ്രത്യേകമായി എടുത്തു കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ പി. ജയരാജൻ കണ്ണൂർ CPM-ന്റെ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. എന്നാൽ ആ ഘട്ടത്തിലൊന്നും ഒരു ആരോപണമോ അല്ലെങ്കിൽ ഇത്തരമൊരു വാർത്തയോ വരാതിരിക്കുകയും ഇന്നിപ്പോൾ പി. ജയരാജന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയാമെന്നിരിക്കെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിൽ ഇതൊരു ആരോപണമായി വരികയും തന്നെ ടാർഗറ്റ് ചെയ്യുകയും ചെയ്തു എന്നൊരു കാര്യമാണ് ഇ.പി. ജയരാജൻ പ്രധാനമായും ഉന്നയിച്ചത്. എന്നാൽ നമുക്ക് അറിയാവുന്നതുപോലെ തന്നെ നേരത്തെ തന്നെ ഈ വിഷയം, ഈ റിസോർട്ടുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ തന്നെ പി. ജയരാജൻ, അന്ന് ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി. ജയരാജൻ അന്നത്തെ ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അന്ന് പി. ജയരാജനെതിരെ ഒരു വ്യക്തിപ്രഭാവം ഉപയോഗിച്ച് പാർട്ടിയെ അതിജീവിക്കാൻ പി. ജയരാജൻ ശ്രമിക്കുന്നു എന്നുള്ള നിലയിലുള്ള വലിയ ആരോപണങ്ങളൊക്കെ വന്ന ഒരു സമയമായിരുന്നു. ഈ ആരോപണങ്ങളുടെയും നടപടികളുടെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഈ
ഈ വിഷയം, അതായത് EP ജയരാജനെതിരായ റിസോർട്ടുമായി ബന്ധപ്പെട്ട P ജയരാജന്റെ പരാതി മുങ്ങിപ്പോവുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ ആന്തൂർ നഗരസഭയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ ഒരു ഒത്തുതീർപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ തന്നെ P ജയരാജൻ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. എന്നാൽ അത് മുഖ്യധാരയിലേക്ക് അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് ഈ വിഷയം എത്തിയില്ല എന്നതാണ് കാണേണ്ടത്. ഇന്നിപ്പോൾ അത്തരമൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ് എന്ന വിഷയത്തിൽ EP ജയരാജൻ സംശയം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് സാഹചര്യവും കണക്കിലെടുത്തുകൊണ്ടാണ് EP ജയരാജനെതിരായ റിസോർട്ട് വിഷയവും അതുപോലെ തന്നെ EP ജയരാജൻ ഉന്നയിച്ചതുപോലെ തന്നെ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടന്നു എന്ന വിഷയവും, ഈ രണ്ട് വിഷയവും അന്വേഷിക്കാൻ ഇപ്പോൾ CPM സംസ്ഥാന സമിതി ഒരു പ്രത്യേക സമിതിയെ, ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നത്. ഭദ്ര. കമലേഷ്, നേരത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഈ ഒരു വിഷയം ഉന്നയിച്ച സാഹചര്യത്തിൽ EP ജയരാജൻ പറഞ്ഞിരുന്നു, കമലേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ EP ജയരാജൻ പറഞ്ഞിരുന്നു തനിക്കും തൻ്റെ ഭാര്യയ്ക്കും മകനുമാണ് ഈ റിസോർട്ടുമായി ബന്ധമുള്ളത്, തനിക്കതിൽ ബന്ധമില്ല എന്നുള്ളൊരു വാദം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. ഇന്നും ആ ഒരു വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രി അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഈ ഒരു വിഷയം സമവായത്തിലൂടെ പോകണമെന്നൊരു കാര്യം P ജയരാജനോടും അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൻ്റെ ആ ഒരു ഇടവേളയാണ് ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ കണ്ടത്. ഇതിനെക്കുറിച്ച് മറ്റൊരു ചലനങ്ങളും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോൾ അതിലൊരു അന്വേഷണം വരുമ്പോൾ ഈ പാർട്ടിക്കകത്ത് ഈ രണ്ട് ജയരാജന്മാരും തമ്മിലുള്ള ഈ ഒരു ആഭ്യന്തര കലഹം എന്ന് തന്നെ പറയട്ടെ, ഈ പാർട്ടിക്കകത്ത് ഇതൊരു ചേരിതിരിവിന് ഉള്ള ഒരു സാഹചര്യം എന്തെങ്കിലും കാണുന്നുണ്ടോ? ഭദ്ര, ഈ രണ്ട് നേതാക്കൾ, അതായത് EP ജയരാജനും P ജയരാജനും തമ്മിൽ അങ്ങനെ പ്രത്യക്ഷമായ എന്തെങ്കിലും ഒരു തമ്മിലടിയോ ഒരു കലഹമോ പാർട്ടിക്കകത്ത് അല്ലെങ്കിൽ പുറത്ത് നിലവിലുണ്ടായിരുന്നില്ല. അത്തരമൊരു സാഹചര്യമൊന്നും നിലവിലുണ്ടായിരുന്നില്ല. എന്നാൽ പെട്ടെന്ന് ഈ EP ജയരാജനെതിരായ ഈ ഒരു റിസോർട്ട് ആരോപണം ഉയർന്നു വന്നതോടുകൂടിയാണ് ഇവർ തമ്മിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് എന്നുള്ള നിലയിൽ ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ അതിനുശേഷവും ഈ ആരോപണം സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കപ്പെട്ടതിന് ശേഷവും അവിടെ കണ്ണൂർ ജില്ലയിൽ ഒരു കല്യാണ ചടങ്ങിൽ ഇവർ രണ്ടുപേരും, EP ജയരാജനും P ജയരാജനും ഒരുമിച്ചിരിക്കുകയും ഒരുമിച്ച് കല്യാണത്തിനെത്തുകയും അവർ സംസാരിച്ചിരിക്കുന്നതുമായ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. അപ്പോൾ വ്യക്തിപരമായി തങ്ങൾക്കിടയിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് തന്നെയാണ് അവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നത്. എന്നാൽ പാർട്ടിക്ക് ദോഷമുണ്ടാക്കുന്ന നിലയിൽ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ പാർട്ടി നേതാക്കന്മാരുടെയോ പ്രവർത്തകരുടെയോ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി തീരുമാനിച്ചിട്ടുള്ള ചില ചട്ടക്കൂടിനകത്ത് തന്നെ നേതാക്കന്മാർ പ്രവർത്തിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അതിനെതിരായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. അത് കൃത്യമായി പാർട്ടി തീരുമാനിക്കുന്ന നിലയിൽ തന്നെ പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കന്മാർ ജീവിക്കണം. അവരുടെ ജീവിതം ആ നിലയിൽ മാതൃകാപരമായിരിക്കണം എന്നാണ് അന്ന് P ജയരാജൻ പറഞ്ഞത്. അത്തരത്തിലല്ലെങ്കിൽ അത് കൃത്യമായി ചൂണ്ടിക്കാട്ടുകയും അതിനെതിരായി മാതൃകാപരമായ നടപടി കൈക്കൊള്ളുകയും ചെയ്യണം. അത് ഈ പാർട്ടിയുടെ രീതിയാണ്. അത്തരത്തിൽ മാത്രം ഈ വിഷയത്തെ കണ്ടാൽ മതി എന്ന ഒരു അഭിപ്രായമാണ് നേരത്തെ P ജയരാജൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നത്. നിലവിലും പ്രത്യേകിച്ച് അത്തരത്തിലൊരു പ്രത്യക്ഷമായി ഒരു പടലപ്പിണക്കമോ അല്ലെങ്കിൽ തമ്മിലടിയോ P ജയരാജനും EP ജയരാജനും തമ്മിലുണ്ട് എന്ന് നമുക്ക് പറയാനാവില്ല. എന്തായാലും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടിക്കകത്ത് ഇത്തരത്തിലുള്ള യോഗത്തിനകത്ത് രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാഗ്വാദം ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്രയും മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഭദ്ര. ശരി കമലേഷ്, റിസോർട്ട് വിവാദത്തിൽ EP ജയരാജനെതിരെ പാർട്ടി അന്വേഷണത്തിന് തയ്യാറെടുത്തിരിക്കുകയാണ്. അന്വേഷണത്തിന് പാർട്ടി സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ഗൂഢാലോചന നടന്നെന്ന EP പരാതിയിൽ P ജയരാജനെതിരെയും അന്വേഷണം നടത്തുന്നുണ്ട്. വ്യക്തിഹത്യയ്ക്ക് ശ്രമം നടന്നുവെന്നാണ് EP ജയരാജന്റെ പരാതി. അതേസമയം EP-മാരുടെ ഈ ഒരു ആഭ്യന്തര കലഹം പാർട്ടിക്കകത്ത് തന്നെ ഒതുക്കി തീർക്കാനുള്ള ഒരു ശ്രമമാണ് പാർട്ടിയിലെ മുതിർന്ന നേതാക്കളടക്കം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പ്രതിപക്ഷത്തിന് ഒരു ആയുധമാക്കി കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ അത്തരം ഒരു നീക്കത്തിലേക്ക് പോകാതിരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു അന്വേഷണത്തിലേക്ക് ഇപ്പോൾ പോയിരിക്കുന്നത് എന്ന് തന്നെയാണ് കരുതേണ്ടത്. വിശദാംശങ്ങൾ നൽകിയത് കമലേഷാണ്.